വെൽക്കം ടു ജെയ്നീസ് ക്ലാസ് റൂം. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റായ യൂണിറ്റ് 5 എക്കോസ് ഫ്രം എ സ്ഫിയർ അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഒ ഹെൻറിയാണ് കേട്ടോ. ഈ പാഠത്തിലെ ഓരോ വാക്കും സെന്റൻസും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പാഠം നമ്മൾ മുഴുവനായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. Let's read and reflect. The loss of a valuable or beloved possession. Valuable എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള. The loss of a valuable നല്ല വിലയുള്ള ഒന്നിൻ്റെ നഷ്ടം or beloved possession അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന നമ്മുടെ ഒരു വസ്തു, നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം might seem unbearable. അതിൻ്റെ നഷ്ടം ചില സമയത്ത് നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് നല്ല വേദനയുണ്ടാവും. ഹാവ് യു എവർ പാർട്ടഡ് വിത്ത് സംതിങ് ട്രൂലി പ്രഷ്യസ്? നിങ്ങൾക്ക് ഒത്തിരി വിലയുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു നിധിയായി കണ്ട എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഫ് സോ, ദിസ് സ്റ്റോറി ബൈ ഒ ഹെൻറി മേ റിമൈൻഡ് യു ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെയാണെങ്കിൽ ഒ ഹെൻറിയുടെ ഈ കഥ നിങ്ങളെ ആ ഒരു അനുഭവം ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. അപ്പോൾ എന്തോ ഒരു നഷ്ടത്തിൻ്റെ കഥയാണല്ലോ ഇത്. വായിച്ചു നോക്കാം. എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ്, 2 സമ്മാനങ്ങളുടെ കഥ. ടെയിൽ എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം. അപ്പോൾ നഷ്ടപ്പെട്ടത് 2 സമ്മാനങ്ങളാണോ? നോക്കിയാലോ. $1.87. $1 87 പണം എണ്ണുവാണല്ലോ. ദാറ്റ് വാസ് ഓൾ. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഷീ ഹാഡ് പുട്ട് ഇറ്റ് എസൈഡ്. അവൾ മാറ്റിവെച്ചതായിരുന്നു ഈ പണം. എസൈഡ് എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക. ഈ പണം അവൾ മാറ്റിവെച്ചതായിരുന്നു കേട്ടോ. 1 cent and then another and then another. 1 സെന്റ് വീതം പിന്നീട് വീണ്ടും ഓരോന്നായിട്ട് ഓരോ സെന്റ് വെച്ച് കൂട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ ഈ $1.87 ഇവളുടെ കയ്യിലുള്ളത്. ഇൻ ഹെർ കെയർഫുൾ ബൈയിങ് ഓഫ് മീറ്റ് ആൻഡ് അതർ ഫുഡ്. മീറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി. മറ്റെല്ലാ ഭക്ഷണവും ശ്രദ്ധിച്ചു വാങ്ങിയതിൽ നിന്നും എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം വാങ്ങുന്ന പണത്തിൽ നിന്നും ഭക്ഷണം മേടിക്കുന്നത് കുറച്ച് അത്യാവശ്യം മാത്രം വാങ്ങിച്ച് അങ്ങനെ മിച്ചം കിട്ടുന്ന പണം ഓരോന്നായി ഓരോ സെന്റ് വീതം കൂട്ടിവെച്ചാണ് ഇപ്പോൾ ഈ $1.87 ഇവളുടെ കയ്യിലുള്ളത്. ഡെല്ല കൗണ്ടഡ് ഇറ്റ് 3 times. അപ്പോൾ നമുക്ക് ആ സ്ത്രീയുടെ പേര് കിട്ടി. ഇത് ചെയ്യുന്ന പെണ്ണിൻ്റെ പേര് ഡെല്ല എന്നാണ്. ഡെല്ല ആ പണം എത്ര പ്രാവശ്യം വീണ്ടും എണ്ണി? 3 തവണ. $1.87. നമ്മൾ പണം വീണ്ടും എണ്ണുന്നത് എന്തിനാ? കുറച്ചുകൂടി ഉണ്ടോ, എനിക്ക് തെറ്റിപ്പോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? പക്ഷെ പണം വീണ്ടും എണ്ണുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതുമില്ല. $1.87 തന്നെ. ആൻഡ് ദ നെക്സ്റ്റ് ഡേ വുഡ് ബി ക്രിസ്മസ്. അടുത്ത ദിവസം ക്രിസ്മസ് ആയിരുന്നു. There was nothing to do but fall on the bed and cry. ക്രിസ്മസ് ആണ്, എന്ത് കിട്ടാനാ? ആ പണം കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ? അപ്പോൾ ഡെല്ലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കിടക്കയിൽ വീണ് കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ഡെല്ല ഡിഡ്. അത് തന്നെ അവൾ ചെയ്തു. ഡെല്ല അത് ചെയ്തു. എന്തു ചെയ്തു? ബെഡിൽ വീണ് കരഞ്ഞു. പണം ഡെല്ലയുടെ പക്കലില്ല, അതോർത്ത് ഡെല്ല കരഞ്ഞു. With the lady of the house slowly growing quieter, we can look around at the home. വീട്ടിലെ സ്ത്രീ ആരായി? വീട്ടിലെ സ്ത്രീ ഇപ്പോൾ ഡെല്ല. അവൾ സാവധാനമൊന്ന് ഈ കരച്ചിലൊക്കെ നിർത്തിയൊന്ന് ശാന്തമാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വീടൊന്ന് ചുറ്റിക്കാണാം. ആരാ പറയുന്നത്? ഒ ഹെൻറി എഴുത്തുകാരനാ പറയുന്നത്. ഡെല്ല അവിടെ കരഞ്ഞുകൊണ്ട് കിടക്കയിൽ കിടക്കുകയാണല്ലേ. അവളൊന്ന് ശാന്തിയാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ഊക്കിക്കാണാം. ഫർണിഷ്ഡ് റൂംസ് അറ്റ് $8 a week. ആഴ്ചയിൽ $8 വാടകയ്ക്ക് നൽകിയ ഫർണിഷ് ചെയ്ത മുറിയാണിത്. എന്നുവെച്ചാൽ എന്താ? ഇതവരുടെ സ്വന്തം വീടല്ല, വാടക നൽകുന്ന വീടാണ്. ആഴ്ചയിൽ എത്ര ഡോളറാണ്? $8. There is little more to say about it. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ എന്താ? $8 ഒരാഴ്ചയിൽ വാടക എന്നൊക്കെ പറയുന്നത് സാധാരണയാണ്. അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. In the hall below was a letter box, too small to hold a letter. താഴത്തെ ഹാളിൽ ഒരു കത്തുപോലും ഇടാൻ കഴിയാത്തത്ര ചെറിയൊരു തപാൽ പെട്ടിയുണ്ടായിരുന്നു. There was an electric bell, but it could make no sound. ഒരു ഇലക്ട്രിക് ബെല്ലുണ്ട് വീട്ടിൽ, പക്ഷെ അതിന് ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. Also, there was a name beside the door. കൂടാതെ വാതിൽക്കൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്.
മിസ്റ്റർ ജെയിംസ് ഡില്ലിംഗ്ഹാം യങ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ വളരെ പാവപ്പെട്ട സ്ത്രീയാണ്. വീടിന്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. കൂടാതെ ഡെല്ല പണം സ്വരൂപിക്കുന്നു, എന്നാൽ $1 ഒന്നും അവൾക്ക് സമ്പാദിക്കാനും പറ്റുന്നില്ല. ഡെല്ല ഫിനിഷ്ഡ് ക്രൈയിങ്. ഡെല്ല കരച്ചിലൊക്കെ നിർത്തി ആൻഡ് ക്ലീൻഡ് ദ മാർക്സ് ഓഫ് ടിയേഴ്സ് ഫ്രം ഹർ ഫേസ്. ഒത്തിരി സമയം കരഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് കണ്ണുനീരിന്റെ പാടുണ്ടാവില്ലേ, അതൊക്കെ തുടച്ചു മാറ്റി. ഷീ സ്റ്റുഡ് ബൈ ദ വിൻഡോ. അവൾ ജനലിനടുത്ത് നിന്നു ആൻഡ് ലുക്ക്ഡ് ഔട്ട് വിത്ത് നോ ഇൻട്രസ്റ്റ്. എന്നിട്ടോ താൽപ്പര്യമൊന്നുമില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നു. ടുമോറോ വുഡ് ബി ക്രിസ്മസ് ഡേ. നാളെ ക്രിസ്മസ് ദിനമാണ്. And she had only $1.87 with which to buy Jim a gift. എന്തിനാ ഈ പണം ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്വരൂപിക്കുന്നത്? നമ്മുടെ ഡെല്ല ഭർത്താവായ ജിമ്മിനൊരു സമ്മാനം വാങ്ങിക്കൊടുക്കാനായിട്ട്. ക്രിസ്മസ് അല്ലേ, ജിമ്മിനൊരു സമ്മാനം വാങ്ങാൻ അവളുടെ പക്കൽ $1.87 മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. She had put aside as much as she could for months with this result. മാസങ്ങളായി അവൾക്ക് കഴിയുന്നത്ര മാറ്റിവെച്ചതാണ് ഈ ഒരു തുക എന്ന് പറയുന്നത്. $20 a week is not much. ആഴ്ചയിൽ $20 എന്ന് പറയുന്നത് ഒരു വലിയ തുകയല്ല. Everything had cost more than she had expected. എല്ലാത്തിനും ചെലവ് എന്ന് പറയുന്നത് അവൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. ഇറ്റ് ഹാഡ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. അതെപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാരിദ്ര്യം അങ്ങ് മുഴുവനായിട്ട് മാറുന്നില്ല. ഓൺലി $1.87 ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ജിം, ഹെർ ജിം. ജിമ്മിന് സമ്മാനം വാങ്ങിക്കാൻ വെറും $1.87 ഇപ്പോൾ അവസാനം കയ്യിലുള്ളൂ. ഹെർ ജിം, അവളുടെ ജിം. She had had many happy hours planning something nice for him. അവൾക്ക് അവനു വേണ്ടി നല്ലൊരു സമ്മാനം ആസൂത്രണം ചെയ്യാൻ ഒരുപാട് സമയം ലഭിച്ചിരുന്നു. സന്തോഷം നിറഞ്ഞ നിരവധി മണിക്കൂറുകൾ ലഭിച്ചിരുന്നു. സംതിങ് നിയർലി ഗുഡ് ഇനഫ്. ഏതാണ്ട് നല്ലതെന്ന് പറയാവുന്നതാണ് വേണ്ടത്, അല്ലേ? എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതിയോ? പോരാ. സംതിങ് ഓൾമോസ്റ്റ് വർത്ത് ദ ഓണർ ഓഫ് ബിലോങ്ങിങ് ടു ജിം. നല്ല ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിനോട് ചേർന്ന ഒരു സമ്മാനം തന്നെ വേണം കൊടുക്കാൻ. വിത്ത് എ സൈ, ഒരു നെടുവീർപ്പോടെ. ഇതൊക്കെ ആലോചിച്ച് ഇത്രയല്ലേ കയ്യിൽ പണമുള്ളൂ, ഒരു നെടുവീർപ്പ് മാത്രമാണ് ബാക്കി വന്നത്. ഷീ ടേൺഡ് ഫ്രം ദ വിൻഡോ. അവൾ ജനലിൽ നിന്നും തിരിഞ്ഞു. ആൻഡ് സ്റ്റുഡ് ബിഫോർ ദ തിൻ നാരോ ലുക്കിംഗ് ഗ്ലാസ് വിച്ച് സ്റ്റുഡ് ബിറ്റ്വീൻ ദ വിൻഡോസ്. എന്നിട്ട് എവിടെ നിന്നു? ജനലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന നേരിയ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ഹെർ ഐസ് സ്പാർക്കിൾഡ്. അവളുടെ കണ്ണുകൾ തിളങ്ങി. ബട്ട് ഹെർ ഫേസ് ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് കളർ. പക്ഷേ മുഖത്തെ നിറം പെട്ടെന്ന് മങ്ങി. ഒരേ സമയം സന്തോഷവും സങ്കടവും നിറയുന്ന എന്തോ അവളുടെ മനസ്സിലേക്ക് വന്നു, അല്ലേ? കണ്ണുകൾ തിളങ്ങി, എന്നാൽ മുഖം മങ്ങി. ക്വിക്ലി ഷീ പുൾഡ് ഡൗൺ ഹെർ ഹെയർ. അവൾ പെട്ടെന്ന് തന്റെ ആ മുടി അഴിച്ചിട്ടു. ആൻഡ് ലെറ്റ് ഇറ്റ് ഫോൾ ടു ഇറ്റ്സ് കംപ്ലീറ്റ് ലെങ്ത്. അത് മുഴുവൻ നീളത്തിൽ താഴേക്ക് വീഴാനായിട്ട് അവൾ അനുവദിച്ചു. ജിം ആൻഡ് ഡെല്ല വെർ വെരി പ്രൗഡ് ഓഫ് 2 things. ജിമ്മിനും ഡെല്ലയ്ക്കും അവർക്കുണ്ടായിരുന്ന 2 കാര്യങ്ങളിൽ വലിയ അഭിമാനമുണ്ടായിരുന്നു. ദേ ഓൺഡ്. വൺ വാസ് ജിംസ് ഗോൾഡ് വാച്ച്. ഒന്ന് ജിമ്മിന്റെ സ്വർണ്ണ വാച്ചായിരുന്നു. ഇറ്റ് ഹാഡ് വൺസ് ബിലോങ്ഡ് ടു ഹിസ് ഫാദർ. അതൊരിക്കൽ അവന്റെ അച്ഛൻ്റേതായിരുന്നു. ആൻഡ് ലോങ് എഗോ ഇറ്റ് ഹാഡ് ബിലോങ്ഡ് ടു ഹിസ് ഫാദേഴ്സ് ഫാദർ. പിന്നെയോ പണ്ട് കാലത്ത് അത് അവന്റെ അച്ഛൻ്റേതായിരുന്നു ഈ വാച്ച്. ഇപ്പോൾ അത് ജിമ്മിന്റെ കയ്യിലാ ഉള്ളത്. With a chain on his watch, Jim could look at it and learn the time anywhere he might be. ഈ വാച്ചിനൊരു ചെയിൻ ഉണ്ടെങ്കിൽ ജിമ്മിന് അത് നോക്കി അവൻ എവിടെയാണെങ്കിലും സമയം അറിയാൻ സാധിക്കുമായിരുന്നു. Though the watch was so distinctive, it had never had a fine chain. വളരെ പ്രത്യേകത നിറഞ്ഞ അല്ലെങ്കിൽ ഇത്ര അവർ അഭിമാനിക്കുന്ന ഒന്നാണ് എങ്കിലും അതിന് നല്ലൊരു ചെയിൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വാച്ച് കെട്ടിക്കൊണ്ട് എല്ലായിടത്തും പോകാനായിട്ട് സാധിക്കുന്നില്ല. ഹി സംടൈംസ് ടുക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഓൺലി വെൻ നോ വൺ കുഡ് സീ ഹിം ഡു ഇറ്റ്. ആരും കാണാനില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ അവനത് പുറത്തെടുത്ത് നോക്കുമായിരുന്നു. 2 കാര്യങ്ങളിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ്. ഒന്ന് ഈ വാച്ച്, രണ്ടാമത്തേതോ ദ അതർ തിങ് വാസ് ഡെല്ലാസ് ഹെയർ. Della knew her hair was more beautiful than any queen's gold or gems. അവളുടെ മുടി ഏതൊരു രാജ്ഞിയുടെ സ്വർണത്തെക്കാളും രത്നങ്ങളെക്കാളും മനോഹരമാണെന്ന് ഡെല്ലയ്ക്ക് അറിയാമായിരുന്നു. അത്ര മനോഹരമായ സുന്ദരമായ മുടിയായിരുന്നു ഡെല്ലയ്ക്കുണ്ടായിരുന്നത്. സോ
നൗ ഡെല്ലാസ് ബ്യൂട്ടിഫുൾ ഹെയർ ഫെൽ അറൗണ്ട് ഹെർ ഷൈനിങ്. അപ്പോൾ മുടി അഴിച്ചിട്ടോന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഡെല്ലയുടെ മനോഹരമായ മുടി അവളെ ചുറ്റി ഇങ്ങനെ താഴേക്ക് വീണു തിളക്കത്തോടെ. ലൈക്ക് എ ഫോളിംഗ് സ്ട്രീം ഓഫ് ബ്രൗൺ വാട്ടർ. താഴേക്ക് ഒഴുകുന്ന ബ്രൗൺ നിറത്തിലുള്ള ഒരു അരുവി പോലെയാണ് ഈ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ. കളറ് ബ്രൗൺ ആണ്. ഇറ്റ് റീച്ച്ഡ് ബിലോ ഹെർ നീ. അത് അവളുടെ മുട്ടിന് താഴെ എത്തി ഈ മുടി അഴിച്ചിട്ടപ്പോഴേക്കും. ഇറ്റ് ഓൾമോസ്റ്റ് മെയ്ഡ് ഇറ്റ് സെൽഫ് എ ഡ്രസ് ഫോർ ഹെർ. അത് ഏതാണ്ട് അവൾക്കൊരു ഉടുപ്പായി തീർന്ന പോലെ അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കുമുണ്ട് ആ മുടി. ആൻഡ് ദെൻ ഷി പുട്ട് ഇറ്റ് അപ്പ് ഓൺ ഹെർ ഹെഡ് എഗെയിൻ. എന്നിട്ട് അവളത് വീണ്ടും തലയിൽ ചുറ്റിവെച്ചു. നെർവസ്ലി ആൻഡ് ക്വിക്ലി. പരിഭ്രാന്തതയോടെയും വേഗത്തോടെയുമാണ് അവളത് ചുറ്റിവെച്ചത് കേട്ടോ. അതെന്തുകൊണ്ടായിരിക്കും? ഷീ സ്റ്റോപ്ഡ് ഫോർ എ മൊമെന്റ്. അവൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. ആൻഡ് സ്റ്റുഡ് സ്റ്റിൽ വൈൽ എ ടിയർ ഓർ ടു റാൻ ഡൗൺ ഹെർ ഫേസ്. അതേസമയം അങ്ങനെ നിന്നപ്പോൾ ഒന്നോ രണ്ടോ കണ്ണുനീർ അവളുടെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങി. ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഡെല്ല കരയുന്നത്? നോക്കാം. ഷി പുട്ട് ഓൺ ഹെർ ഓൾഡ് ബ്രൗൺ കോട്ട് ആൻഡ് ഓൾഡ് ബ്രൗൺ ഹാറ്റ്. അവൾ തന്റെ പഴയ ബ്രൗൺ നിറത്തിലുള്ള കോട്ടും പഴയ ബ്രൗൺ നിറത്തിലുള്ള തൊപ്പിയും ധരിച്ചു. വിത്ത് ദ ബ്രൈറ്റ് ലൈറ്റ് സ്റ്റിൽ ഇൻ ഹെർ ഐസ്. ആ തെളിച്ചമുള്ള പ്രകാശം കണ്ണുകളിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ ഷീ മൂവ്ഡ് ക്വിക്ലി ഔട്ട് ദ ഡോർ ആൻഡ് ഡൗൺ ടു ദ സ്ട്രീറ്റ്. അവൾ വേഗം വാതിലിലൂടെ പുറത്തേക്ക് പോയി. എങ്ങോട്ടേക്ക് പോയി? സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് പോയി. വേർ ഷീ സ്റ്റോപ്ഡ് ദ സൈൻ സെഡ് മിസ്സസ് സോഫ്രോണി. എന്നിട്ട് അവൾ ആ തെരുവിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൾ നിന്നു ഏതോ ഒരു ബോർഡിന്റെ മുന്നിൽ. മിസ്സസ് സോഫ്രോണി എന്ന ബോർഡ് വെച്ച കടയുടെ മുന്നിലാണ് അവൾ നിന്നത്. ഹെയർ ആർട്ടിക്കിൾസ് ഓഫ് ഓൾ കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തര കേശ ഉൽപ്പന്നങ്ങളും. ഇപ്പോൾ മനുഷ്യന്റെ മുടി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വിഗ്ഗുകൾ, ഫേക്കായ മുടിയില്ലേ, ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന മുടി, അതുപോലെ അവർ മുടി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബിസിനസ്സും കൂടി ഇവിടെ നടക്കുന്നു. അപ് ടു ദ സെക്കൻഡ് ഫ്ലോർ ഡെല്ല റാൻ ആൻഡ് സ്റ്റോപ്പ് ടു ഗെറ്റ് ഹെർ ബ്രെത്ത്. അങ്ങനെ ഡെല്ല വേഗം ആ കടയിലേക്ക് ചെന്ന് രണ്ടാം നിലയിലേക്ക് ഓടിക്കയറി. ശ്വാസം കിട്ടാൻ വേണ്ടി അവസാനം അവിടെ നിന്നു. മിസ്സസ് സോഫ്രോണി, ലാർജ് കോൾഡ് ഐഡ്, ലുക്ഡ് അറ്റ് ഹർ. നല്ല വലിപ്പമുള്ള കോൾഡ് ഐഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വികാരങ്ങളൊന്നുമില്ല. അങ്ങനെ ഡെല്ല മിസ്സസ് സോഫ്രോണിനെ നോക്കി. വിൽ യു ബൈ മൈ ഹെയർ? നിങ്ങൾ എന്റെ മുടി വാങ്ങുമോ? ആസ്ക്ഡ് ഡെല്ല. ഡെല്ല ചോദിച്ചു. ഐ ബൈ ഹെയർ, സെഡ് മിസ്സസ് സോഫ്രോണി. ഞാൻ മുടി വാങ്ങും, മിസ്സസ് സോഫ്രോണി പറഞ്ഞു. ടേക്ക് യുവർ ഹാറ്റ് ഓഫ് ആൻഡ് ലെറ്റ് മീ ലുക്ക് അറ്റ് ഇറ്റ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ തൊപ്പി ഒന്ന് മാറ്റിക്കേ, ഞാൻ അതൊന്ന് കാണട്ടെ, നിങ്ങളുടെ മുടി ഒന്ന് നോക്കട്ടെ ആദ്യം. ഡൗൺ ഫെൽ ദ ബ്രൗൺ വാട്ടർഫോൾ. ഈ തൊപ്പി അങ്ങ് മാറ്റിയതും ബ്രൗൺ നിറത്തിലുള്ള ഒരു അരുവി പോലെ മുടി അങ്ങ് താഴേക്ക് വീണു. $20, സെഡ് മിസ്സസ് സോഫ്രോണി, ലിഫ്റ്റിംഗ് ദ ഹെയർ ടു ഫീൽ ഇറ്റ്സ് വെയ്റ്റ്. മുടിയുടെ ഭാരം അറിയാനായിട്ട് ആ മുടി ഇങ്ങനെ ഉയർത്തി നോക്കി മിസ്സസ് സോഫ്രോണി. എന്നിട്ട് പറഞ്ഞു, $20. ഗിവ് ഇറ്റ് ടു മീ ക്വിക്ക്, സെഡ് ഡെല്ല. എന്നാൽ ആ പണം എനിക്ക് വേഗം തരൂ, ഡെല്ല പറഞ്ഞു. ദ നെക്സ്റ്റ് 2 hours സീം ടു ഫ്ലൈ. അടുത്ത 2 മണിക്കൂർ പറന്നുപോയതുപോലെയാ തോന്നിയത്. മുടി മുറിച്ചു വിറ്റു കേട്ടോ. ഷീ വാസ് ഗോയിങ് ഫ്രം വൺ ഷോപ്പ് ടു എനദർ ടു ഫൈൻഡ് എ ഗിഫ്റ്റ് ഫോർ ജിം. അവൾ ഒരു കടയിൽ നിന്നും മറ്റൊരു കടയിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ജിമ്മിനൊരു ക്രിസ്മസ് സമ്മാനം വാങ്ങിക്കാനായിട്ട്. ആ $20 വെച്ച്. പക്ഷേ അവൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർ രണ്ടുപേരും അഭിമാനിക്കുന്ന 2 വസ്തുക്കളിലൊന്നാണ് ഈ ഡെല്ലയുടെ മുടി എന്ന് ഓർക്കണം. അത് മുറിച്ചു വിറ്റുകൊണ്ടാണ് ഇപ്പോൾ ആ സമ്മാനം മേടിക്കാനായിട്ട് ഡെല്ല കടകൾ കയറി ഇറങ്ങുന്നത്. ഷീ ഫൗണ്ട് ഇറ്റ് അറ്റ് ലാസ്റ്റ്. അവൾ ഒടുവിൽ അത് കണ്ടെത്തി, സമ്മാനം കണ്ടെത്തി. ഇറ്റ് വാസ് എ ഗോൾഡ് വാച്ച് ചെയിൻ, വെരി സിംപ്ലി മെയ്ഡ്. അതൊരു സ്വർണ്ണ വാച്ച് ചെയിൻ ആയിരുന്നു, വളരെ ലളിതമായ ഒന്ന്. നമ്മൾ പറഞ്ഞു രണ്ടാമത് അവരഭിമാനിക്കുന്നൊരു കാര്യം ജിമ്മിന്റെ വാച്ചാണ്, എന്നാൽ അതിന് ചെയിൻ ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ചെയിനാണ് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് അവൾക്ക് തോന്നി. ഇറ്റ്സ് വാല്യൂ വാസ് ഇൻ ഇറ്റ്സ് റിച്ച് ആൻഡ് പ്യുവർ മെറ്റീരിയൽ. ചെയിനിന്റെ മൂല്യം എന്ന് പറയുന്നത് അതിന്റെ ആ വിലയും നല്ല ശുദ്ധവുമായ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് സോ പ്ലെയിൻ ആൻഡ് സിമ്പിൾ, യു ന്യൂ ദാറ്റ് ഇറ്റ് വാസ് വെരി വാല്യുബിൾ. ആ ചെയിനിന്റെ പണി കാണാൻ വളരെ ലളിതമാണ്, ഇത് കുറച്ച് വിലപ്പെട്ടതാണ് എന്ന്. ഓൾ ഗുഡ് തിങ്സ് ആർ ലൈക്ക് ദിസ്. എല്ലാ നല്ല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്, ലളിതമായിരിക്കും. ഇറ്റ് വാസ് ഗുഡ് ഇനഫ് ഫോർ ദ വാച്ച്. ആ വാച്ചിന് അത് മതിയായിരുന്നു. കാരണം ആ വാച്ചിന്റെ ആ ഒരു പ്രൗഢി എടുത്തു കാണിക്കാൻ ഇത്തരത്തിലൊരു ചെയിനായിരുന്നു ആവശ്യം. ആസ് സൂൺ ആസ് ഷീ സോ ഇറ്റ്, ഷീ ന്യൂ ദാറ്റ് ജിം മസ്റ്റ് ഹാവ് ഇറ്റ്. അത് കണ്ടയുടനെ അവൾക്ക് തോന്നി, ഇത് തീർച്ചയായും ജിമ്മിന് തന്നെ വേണം. ഇറ്റ് വാസ് ലൈക്ക് ഹിം. ഇത് സത്യം പറഞ്ഞാൽ അവനെ പോലെയായിരുന്നു. ക്വയറ്റ്നെസ് ആൻഡ് വാല്യൂ. ജിം ആൻഡ് ദ ചെയിൻ ബോത്ത് ഹാഡ് ക്വയറ്റ്നെസ് ആൻഡ് വാല്യൂ.
ശാന്തതയും മൂല്യവും. ജിമ്മിനും ചെയിനിനും രണ്ടിനും എന്തുണ്ടായിരുന്നു? നല്ലൊരു ശാന്തതയും നല്ല മൂല്യമുള്ള ആളുമായിരുന്നു ജിമ്മ്. അതുപോലെ തന്നെയാണ് ചെയിനും. ഹീ പെയ്ഡ് $21 ഫോർ ഇറ്റ്. ആ ഒരു ചെയിൻ കിട്ടണമെങ്കിൽ അവൾ എത്ര ഡോളർ കൊടുത്തു? $21. ശ്രദ്ധിക്കണം, $20 മുടി മുറിച്ചു കിട്ടി. എന്നിട്ടും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ഡോളറുണ്ടല്ലേ, $1.87 എന്ന് പറഞ്ഞ ആ $1 കൂടി കൊടുക്കേണ്ടതായിട്ട് വന്നു ആ ഒരു ചെയിൻ സ്വന്തമാക്കാൻ. എന്ന് പറഞ്ഞാൽ അവളുടെ സമ്പത്ത് മുഴുവൻ, അവൾ അഭിമാനിച്ചിരുന്ന മുടിയും അവളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ഈ ഒരു ചെയിനിനായിട്ട് കൊടുത്തു. മുഴുവനല്ല, കുറച്ച് ബാക്കിയുണ്ടല്ലേ. ആൻഡ് ഷീ ഹറീഡ് ഹോം വിത്ത് ദ ചെയിൻ ആൻഡ് 87 cents. അങ്ങനെ ചെയിനുമായിട്ട് അവൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി. അതാ ഞാൻ പറഞ്ഞത് കുറച്ച് ബാക്കിയുള്ളത്. 87 cents കൂടി ബാക്കി കയ്യിലുണ്ടല്ലേ. When Della arrived home, her mind had quieted a little. She began to think more reasonably. ഡെല്ല വീട്ടിലെത്തിയപ്പോൾ അവളുടെ മനസ്സ് കുറച്ച് ശാന്തമായിരുന്നു. അവൾ കൂടുതൽ യുക്തിസഹജമായിട്ട് ചിന്തിക്കാനായി തുടങ്ങി. She started to try to cover the sad marks of what she had done. താൻ ചെയ്തതിന്റെ ദുഃഖകരമായ അടയാളങ്ങൾ മറക്കാൻ അവൾ ശ്രമിക്കാനായി തുടങ്ങി. എന്താണ് ഈ ദുഃഖകരമായ അടയാളങ്ങൾ? അവളുടെ ആ മുടി അങ്ങ് മുറിച്ചു കളഞ്ഞല്ലേ, അത്ര മനോഹരമായി മുട്ടിനൊപ്പമുള്ള ആ മുടി മുറിച്ചു കളഞ്ഞപ്പോൾ ദുഃഖകരമായ ഒരു അടയാളം തന്നെയാണ്. Within 40 minutes, her head looked a little better. ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ മുടി അല്ലെങ്കിൽ അവളുടെ തലയിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് സമാധാനമൊക്കെ കിട്ടി. അതായത് വന്ന ഉടനെ തന്നെ അവൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ മുടിയിൽ അഭിമാനിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അത് സഹിക്കാനായിട്ട് കഴിയില്ല അല്ലേ. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അതിനോട് എന്ത് ചെയ്യും? പൊരുത്തപ്പെടും. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്ന് ആർക്ക് തോന്നി? വിത്ത് ഹെർ ഷോർട്ട് ഹെയർ ഷീ ലുക്ഡ് വണ്ടർഫുള്ളി ലൈക്ക് എ സ്കൂൾ ബോയ്. അവൾക്കിപ്പോൾ നീളമുള്ള മുടിയൊക്കെ പോയി, നീളം കുറഞ്ഞ മുടിയാണുള്ളത്. ഇപ്പോൾ അവളെ കണ്ടാൽ സ്കൂളിൽ പോകുന്ന ഒരു ആൺകുട്ടിയെപ്പോലെയുണ്ട്. ഷീ സ്റ്റുഡ് അറ്റ് ദ ലുക്കിംഗ് ഗ്ലാസ് ഫോർ എ ലോങ് ടൈം. അവൾ കുറച്ചധികം നേരം തന്നെ ഈ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നു. ഇഫ് ജിം ഡസൻറ്റ് കിൽ മീ, ഷീ സെഡ് ടു ഹെർസെൽഫ്. ജിം എന്നെ കൊന്നിട്ടില്ലെങ്കിൽ, അവൾ അവളോട് തന്നെ പറയാണ്, ജിം എന്നെ കൊന്നിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ എന്നെ കണ്ടപാടെ കൊല്ലുമായിരിക്കും. അവൻ എന്നെ കൊന്നിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പറയും, ഹീൽ സേ ഐ ലുക്ക് ലൈക്ക് എ ഗേൾ ഹു സിങ്സ് ആൻഡ് ഡാൻസസ് ഫോർ മണി. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പണത്തിനു വേണ്ടി ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണിനെ പോലെയുണ്ട് എന്ന് ചിലപ്പോൾ എന്നോട് പറയുമായിരിക്കും. ടെൻഷൻ ആവാൻ തുടങ്ങി ഡെല്ലയ്ക്ക്. കാരണം എന്താ? ജിമ്മിന് ഈ ലോകത്ത് ഏറ്റവും താല്പര്യമുള്ളത് ചിലപ്പോൾ ഡെല്ലയുടെ ആ മുടിയോടായിരിക്കും അല്ലേ. അവരത്രത്തോളം അഭിമാനിക്കുന്നുണ്ട് ആ മുടിയെക്കുറിച്ചും വാച്ചിനെക്കുറിച്ചും എന്നോർത്തപ്പോൾ ആ ഒരു മുടിയാണിപ്പോൾ ഒരു ഗിഫ്റ്റിനു വേണ്ടി അവൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ബട്ട് വാട്ട് കുഡ് ഐ ഡു? വാട്ട് കുഡ് ഐ ഡു വിത്ത് $1.87? അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്, ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അവൾ ചെയ്ത കാര്യം. $1.87 കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് സ്വയം ആശ്വസിക്കുന്നു. അറ്റ് 7 മണിയായി സമയം. ജിംസ് ഡിന്നർ വാസ് റെഡി ഫോർ ഹിം. ജിമ്മിന് വേണ്ട അത്താഴം തയ്യാറാക്കി. ജിം വാസ് നെവർ ലേറ്റ്. പൊതുവെ ജിം അങ്ങനെ വൈകാറില്ല കേട്ടോ, ഒരിക്കലും വൈകിയെത്തിയിട്ടില്ല. ഡെല്ല ഹെൽഡ് ദ വാച്ച് ചെയിൻ ഇൻ ഹെർ ഹാൻഡ്. ആ വാങ്ങിച്ച വാച്ച് ചെയിനില്ലേ, അത് ഡെല്ല ഇങ്ങനെ കയ്യിലെടുത്തു. ആൻഡ് സാറ്റ് നിയർ ദ ഡോർ വെ ഹി ഓൾവേസ് എൻറ്റേർഡ്. ജിം എപ്പോഴും വരുന്ന ആ വാതിലിൻ്റെ അടുത്ത് പോയിട്ട് ഈ ചെയിനും കയ്യിൽ പിടിച്ച് അവളിരുന്നു. ദെൻ ഷീ ഹേർഡ് ഹിസ് സ്റ്റെപ്പ് ഇൻ ദ ഹാൾ. ജിം നടന്നു വരുന്ന ശബ്ദം കേട്ടു. ആൻഡ് ഹെർ ഫേസ് ലോസ്റ്റ് കളർ ഫോർ എ മൊമെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു മുഖത്തിന്റെ നിറം അങ്ങ് നഷ്ടപ്പെട്ടു എന്ന്. ടെൻഷനായി, മുഖമൊക്കെ വിളറി, നിറമൊക്കെ പോയി. ഷീ ഓഫൻ സെഡ് ലിറ്റിൽ പ്രേയേഴ്സ് ക്വയറ്റ്ലി അബൌട്ട് സിമ്പിൾ എവറിഡേ തിങ്സ്. ദിവസവും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അതിനുവേണ്ടി അവൾ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ അവൾ പറയാണ് ദൈവത്തോട്, ആൻഡ് നൗ ഷീ സെഡ്, പ്ലീസ് ഗോഡ് മേക്ക് ഹിം തിങ്ക് ഐ എം സ്റ്റിൽ പ്രിറ്റി. എന്നെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ സുന്ദരി തന്നെയാണെന്ന് അവനെക്കൊണ്ടൊന്ന് തോന്നിപ്പിക്കണേ. ചിലപ്പോൾ ജിമ്മിന് ഇഷ്ടം എൻ്റെ മുടിയായിരിക്കാം. എന്നിൽ കാണുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ മുടിയായിരിക്കാം. എനിക്കറിയില്ലല്ലോ. ആ മുടി പോയി കഴിഞ്ഞപ്പോൾ ഇനിയും എന്നെ അങ്ങനെ സുന്ദരിയായി തന്നെ ജിമ്മ് കാണണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. The door opened and Jim stepped in. വാതിൽ തുറന്നു, ജിം അകത്തേക്ക് വന്നു. He looked very thin and he was not smiling. വളരെ ക്ഷീണിച്ചാണ് കേറി വരുന്നത്, വളരെ മെലിഞ്ഞതുപോലെ. തിൻ എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞ. ക്ഷീണിച്ചുമടുത്താ വരുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ പുഞ്ചിരിയൊന്നുമില്ല. Poor fellow. He was only 22 and with a family to take care of. പാവം, അവനാകെ 22 വയസ്സേയുള്ളൂ. ഒരു കുടുംബം മുഴുവൻ അവന് നോക്കാനുമുണ്ട്. ഹീ നീഡഡ് എ ന്യൂ കോട്ട്. അവനൊരു പുതിയ കോട്ട് വേണമായിരുന്നു. ആൻഡ് ഹി ഹാഡ് നത്തിങ് ടു കവർ ഹിസ് കോൾഡ് ഹാൻഡ്സ്. കൂടാതെ അവന്റെ തണുത്ത കൈ മറയ്ക്കാനായിട്ട് അവന്റെ കയ്യിലൊന്നുമില്ല.
ക്രിസ്മസാണ്, ഡിസംബറാണ്, തണുപ്പാണ്. എങ്കിലും ആ തണുപ്പിൽ നിന്നും സംരക്ഷണം നേടാനുള്ളതൊന്നും ആർക്കില്ല? ജിമ്മിനില്ല. കാരണം ജിമ്മിന്റെ കയ്യിൽ പണമില്ല, 22 വയസ്സേ ഉള്ളൂ, ഒരു കുടുംബത്തെ നോക്കാനുമുണ്ട്. ജിം സ്റ്റോപ്ഡ് ഇൻസൈഡ് ദ ഡോർ. ജിം വാതിലിനടുപ്പ് നിന്നു. ഹി വാസ് ആസ് ക്വയറ്റ് ആസ് എ ഹണ്ടിംഗ് ഡോഗ് വെൻ ഇറ്റ് ഈസ് നിയർ എ ബേർഡ്. ഒരു കിളിയുടെ അടുത്തെത്തുമ്പോൾ ഒരു വേട്ടനായെപ്പോലെ അവൻ നിശബ്ദനായിരുന്നു. ഒരു പക്ഷിയുടെ തൊട്ടടുത്തെത്തുമ്പോൾ ആ വേട്ടനായ അനങ്ങില്ല അല്ലേ? അത്ര അനക്കമില്ലാതെ ജിം നിന്നു. ഹിസ് ഐസ് ലുക്ഡ് സ്ട്രേഞ്ച്ലി അറ്റ് ഡെല്ല. അവന്റെ കണ്ണുകൾ ഡെല്ലയെ വ്യത്യസ്തമായൊരു രീതിയിൽ നോക്കി. ആൻഡ് ദെയർ വാസ് എൻ എക്സ്പ്രഷൻ ഇൻ ദെം ദാറ്റ് ഷീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ആ കണ്ണുകളിൽ അവൾക്ക് മനസ്സിലാവാൻ കഴിയാത്ത എന്തോ ഒരു ഭാവമുണ്ടായിരുന്നു. ആ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്താണ് അവന്റെ ഉള്ളിലെന്ന്. അത്രയ്ക്കും ഞെട്ടലിലാണ് ജിം ഈ മുടിയില്ലാത്ത ഡെല്ലേനെ കണ്ടിട്ട്. ഇറ്റ് ഫിൽഡ് ഹർ വിത്ത് ഫിയർ. ആ ഒരു മുഖഭാവം ജിമ്മിന്റെ മുഖത്ത് കണ്ടപ്പോഴേക്കും അവൾക്ക് പേടിയായി. അവൾ ഭയം കൊണ്ട് വിറച്ചു. ഇറ്റ് വാസ് നോട്ട് ആംഗർ, നോർ സർപ്രൈസ്, നോർ എനിത്തിങ് ഷീ ഹാഡ് ബീൻ റെഡി ഫോർ. എന്നാൽ അവന്റെ മുഖത്ത് കണ്ടത് ദേഷ്യമായിരുന്നില്ല, അത്ഭുതമോ ആയിരുന്നില്ല. എന്തായിരുന്നാലും അവൾ തയ്യാറായിരുന്നു. അവൾ പ്രതീക്ഷിച്ച ഒന്നുമായിരുന്നില്ല അവന്റെ മുഖഭാവം എന്ന് പറയുന്നത് സത്യത്തിൽ. ഹീ സിംപ്ലി ലുക്ഡ് അറ്റ് ഹർ വിത്ത് ദാറ്റ് സ്ട്രേഞ്ച് എക്സ്പ്രഷൻ ഓൺ ഹിസ് ഫേസ്. ഈ വിചിത്രമായ ഒരു മുഖഭാവത്തോടെ അവനിങ്ങനെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഡെല്ല വെന്റ് ടു ഹിം. ഡെല്ല അവന്റെ അടുത്തേക്ക് പോയി. ജിം ഡിയർ, ഷീ ക്രൈഡ്. അവൾ കരഞ്ഞുകൊണ്ട് ജിമ്മിനെ വിളിച്ചു. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. എന്നെ അങ്ങനെ നോക്കരുത്. ഐ ഹാഡ് മൈ ഹെയർ കട്ട് ഓഫ് ആൻഡ് സോൾഡ് ഇറ്റ്. എന്റെ മുടി ഞാൻ മുറിച്ചു വിറ്റു. ഐ കുഡന്റ് ലിവ് ത്രൂ ക്രിസ്മസ് വിതൗട്ട് ഗിവിംഗ് യു എ ഗിഫ്റ്റ്. നിനക്കൊരു സമ്മാനം നൽകാതെ എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമായിരുന്നില്ല. മൈ ഹെയർ വിൽ ഗ്രോ അഗൈൻ. എന്റെ മുടി വീണ്ടും വളരും. യു വോണ്ട് കെയർ, വിൽ യു? നിനക്ക് വലിയ വിഷമമൊന്നും ആയില്ല അല്ലേ? മൈ ഹെയർ ഗ്രോസ് വെരി ഫാസ്റ്റ്. എന്റെ മുടി വളരെ വേഗത്തിൽ വളരും. അവൾ അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ഇറ്റ്സ് ക്രിസ്മസ് ജിം. ജിം, ഇത് ക്രിസ്മസ് ആണ് ജിം. ലെറ്റ്സ് ബി ഹാപ്പി. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. നീ ഇങ്ങനെ വിചിത്രമായ ഭാവമൊക്കെ മുഖത്ത് കാണിക്കാതെ എന്ന് പറഞ്ഞു. യു ഡോണ്ട് നോ വാട്ട് എ ബ്യൂട്ടിഫുൾ നൈസ് ഗിഫ്റ്റ് ഐ ഗോട്ട് ഫോർ യു. നിനക്കറിയില്ല എത്ര നല്ല മനോഹരമായ നല്ല സമ്മാനമാണ് ഞാൻ വാങ്ങിയത്. യുവ് കട്ട് ഓഫ് യുവർ ഹെയർ. നീ നിന്റെ മുടി മുറിച്ചോ? ആസ്റ്റ് ജിം സ്ലോലി. ഇതെല്ലാം കേട്ടിട്ട് ഡെല്ല പറഞ്ഞത് മുഴുവൻ കേട്ടതിനു ശേഷം ജിം എന്താ ചോദിച്ചത്? നീ നിന്റെ മുടി ശരിക്കും മുറിച്ചോ? ഹി സീംഡ് ടു ലേബർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവൻ കഷ്ടപ്പെടുന്നതായിട്ട് തോന്നി. ലേബർ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക. ഹി സീംഡ് നോട്ട് ടു ഫീൽ ഷുവർ ഹി ന്യൂ. അവനറിയാമെന്ന് അവന് ഉറപ്പില്ലാത്തതുപോലെ തോന്നി. അവനറിയാമല്ലേ മുടി മുറിച്ചെന്ന്. അവൻ കണ്ടു, ഡെല്ല പറഞ്ഞു. എന്നാലും അവനൊരു ഉറപ്പില്ല ശരിയാണോ എന്ന്. പിന്നെയും ഒരു സംശയം. കട്ട് ഇറ്റ് ഓഫ് ആൻഡ് സോൾഡ് ഇറ്റ്. മുറിക്കുകയും ചെയ്തു, വിൽക്കുകയും ചെയ്തു. സെഡ് ഡെല്ല. ഡെല്ല പറഞ്ഞു. ഡോണ്ട് യു ലൈക്ക് മീ നൗ? ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടയില്ലേ? ഐ എം മീ ജിം. ഞാൻ തന്നെയാണ് ജിം. ഐ എം ദ സെയിം വിതൗട്ട് മൈ ഹെയർ. ഞാൻ ആ പഴയ ഞാൻ തന്നെ, പക്ഷെ എന്റെ ആ പഴയ മുടിയില്ലെന്ന് മാത്രം. ജിം ലുക്ഡ് അറൌണ്ട് ദ റൂം. ജിം ആ മുറിക്ക് ചുറ്റുമൊന്ന് നോക്കി. യു സേ യുവർ ഹെയർ ഇസ് ഗോൺ? ഹീ സെഡ്. നിന്റെ മുടി പോയെന്നാണോ നീ പറയുന്നത്? ഇവിടെ ഒന്നുമില്ലേ നിന്റെ മുടി? നീ അത് കളഞ്ഞോ, പോയോ? യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്, സെഡ് ഡെല്ല. അത് തരയേണ്ട ആവശ്യമില്ല, ഡെല്ല പറഞ്ഞു. ഇറ്റ്സ് സോൾഡ്, ഐ ടെൽ യു. സോൾഡ് ആൻഡ് ഗോൺ ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, അത് വിൽക്കുകയും ചെയ്തു, അത് പോകുകയും ചെയ്തു. ഇറ്റ്സ് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് ബോയ്. അതൊക്കെ വിട്, ഇത് ക്രിസ്മസിന് തലേ രാത്രിയാണ് പ്രിയനെ. ബി ഗുഡ് ടു മീ. അതുകൊണ്ട് എന്നോട് നന്നായിട്ട് പെരുമാറ്, എന്നോട് ദേഷ്യപ്പെടാതെ. ബിക്കോസ് ഐ സോൾഡ് ഇറ്റ് ഫോർ യു. കാരണം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയാണ് വിറ്റത്. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. മേ ബി ദ ഹെയർസ് ഓഫ് മൈ ഹെഡ് കുഡ് ബി കൗണ്ടഡ്. ഒരു പക്ഷേ എന്റെ തലയിലെ മുടിയിഴകൾ എണ്ണാൻ കഴിഞ്ഞേക്കാം. ബട്ട് നോ വൺ കുഡ് എവർ കൗണ്ട് മൈ ലവ് ഫോർ യു. പക്ഷേ നിങ്ങളോടുള്ള എന്റെ സ്നേഹം ആർക്കും അളക്കാൻ കഴിയില്ല. അതിനർത്ഥം അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഡെല്ല ജിമ്മിനോട് പറയുന്നു. ഷാൽ വി ഈറ്റ് ഡിന്നർ ജിം? നമുക്ക് അത്താഴം കഴിക്കാമോ ജിം? ഡെല്ല ചോദിച്ചു. ജിം പുട്ട് ഹിസ് ആംസ് അറൌണ്ട് ഹിസ് ഡെല്ല. ജിം തന്റെ ഡെല്ലയെ കൈകൾ കൊണ്ടിങ്ങനെ ചുറ്റിപ്പിടിച്ചു. ഫ്രം ഇൻസൈഡ് ദ കോട്ട് ഹീ ടുക്ക് സംതിങ് ടൈഡ് ഇൻ പേപ്പർ. കോട്ടിനുള്ളിൽ നിന്നും അവൻ കടലാസിൽ കെട്ടിയ എന്നോ ഒന്ന് പുറത്തേക്കെടുത്തു. ഹീ ത്രൂ ഇറ്റ് അപ്പോൺ ദ ടേബിൾ. പക്ഷെ അതെടുത്തതിനു ശേഷം അവനതാ മേശപ്പുറത്തേക്ക് വെച്ചു. ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് മീ ഡെല്ല. നീ എന്നെ മനസ്സിലാക്കണം ഡെല്ല. ഹീ സെഡ്. അവൻ പറഞ്ഞു. നത്തിങ് ലൈക്ക് എ ഹെയർ കട്ട് കുഡ് മേക്ക് മീ ലവ് യു എനി ലെസ്. മുടി മുറിക്കുന്നതൊന്നും നിന്നോടുള്ള എന്റെ സ്നേഹം കുറയ്ക്കാൻ പോകുന്നില്ല. നീ അങ്ങനെയാണോ എന്നെക്കുറിച്ച് വിചാരിച്ചത്? നീ എന്നെ മനസ്സിലാക്കണം, ജിം പറയുന്നു. ബട്ട് ഇഫ് യു വിൽ ഓപ്പൺ ദാറ്റ്
യു മേ നോ വാട്ട് ഐ ഫെൽറ്റ് വെൻ ഐ കെയിം ഇൻ. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ടേബിളിൽ വെച്ച സമ്മാനമില്ലേ, അത് തുറന്നു നോക്കിയാൽ നിനക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ട് നിന്നെ നോക്കിയത് എന്ന്. അല്ലാതെ മുടി പോയപ്പോൾ നിന്റെ സൗന്ദര്യം കുറഞ്ഞുപോയെന്നോ നിന്നോട് ഇഷ്ടക്കുറവുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിയത് എന്നൊന്നും നീ കരുതരുത്. വൈറ്റ് ഫിംഗേഴ്സ് പുൾഡ് ഓഫ് ദ പേപ്പർ. വെളുത്ത വിരലുകൾ ആ കടലാസ് വലിച്ചുമാറ്റി. ആരുടെ? ആ വൈറ്റ് ഫിംഗേഴ്സ്, ഡെല്ലയുടെ. എന്ന് പറഞ്ഞാൽ ഡെല്ല ആ പൊതി തുറന്നു. And then a cry of joy, and then a change to tears. എന്നിട്ട് സന്തോഷത്തിന്റെ ഒരു കരച്ചിലാണ് കേട്ടത്. പിന്നീട് കണ്ണീരിലേക്കത് മാറി. അതിനർത്ഥം ഡെല്ല കരഞ്ഞു. For there lay the combs that Della had seen in a shop window and loved for a long time. കാരണം അതിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ കടലാസിൽ പൊതിഞ്ഞുണ്ടായിരുന്നത് എന്താണ്? ഒരു ചീപ്പായിരുന്നു. ഡെല്ല ഒരു കടയുടെ ജനലിലൂടെ കണ്ട ചീപ്പാണത് കേട്ടോ. അതവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ബ്യൂട്ടിഫുൾ കോംസ് വിത്ത് ജുവൽസ്, പെർഫെക്റ്റ് ഫോർ ഹെർ ബ്യൂട്ടിഫുൾ ഹെയർ. അതും രത്നങ്ങളൊക്കെ പതിപ്പിച്ച മനോഹരമായ ചീപ്പാണത്. അതവളുടെ മനോഹരമായ മുടിക്ക് തികച്ചും അനുയോജ്യവുമാണ്. ഷീ ഹാഡ് നോൺ ദേ കോസ്റ്റ് ടു മച്ച് ഫോർ ഹെർ ടു ബൈ ദം. പക്ഷേ അവർക്കറിയാം അതിന് നല്ല വിലയാണ്, അതുകൊണ്ട് അവർക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഡെല്ലയ്ക്കറിയാമായിരുന്നു. ഷീ ഹാഡ് ലുക്ഡ് അറ്റ് ദം വിതൗട്ട് ദ ലീസ്റ്റ് ഹോപ്പ് ഓഫ് ഓണിംഗ് ദം. അവ നോക്കുമായിരുന്നു അവൾ ആ കണ്ണാടിയിലൂടെ, പക്ഷെ ഒരിക്കലും അത് സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ അല്ല, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ അല്ല അവൾ നോക്കിയിരുന്നത്. ഇപ്പോൾ ആ ചീപ്പ് എന്ന് പറയുന്നത് അവളുടേതായി. ആൻഡ് നൗ ദേ വർ ഹേഴ്സ്, ബട്ട് ഹെർ ഹെയർ വാസ് ഗോൺ. പക്ഷെ എന്തിനാ ചീപ്പ്? മുടിയില്ല, മുടി പോയി. ബട്ട് ഷീ ഹെൽഡ് ദം ടു ഹെർ ഹാർട്ട്. എങ്കിലും അവൾ അത് അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ആൻഡ് അറ്റ് ലാസ്റ്റ് വാസ് ഏബിൾ ടു ലുക്ക് അപ്പ് ആൻഡ് സേ. ഒടുവിൽ ഈ ചിരിക്കും കരച്ചിലുമൊക്കെ ശേഷം മുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു, ജിമ്മിനോട് പറഞ്ഞു, മൈ ഹെയർ ഗ്രോസ് സോ ഫാസ്റ്റ് ജിം. എന്റെ മുടി വളരെ വേഗത്തിൽ വളരും ജിം. ആൻഡ് ദെൻ ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ക്രൈഡ്, ഓ ഓ. അതിനുശേഷം അവൾ ചാടി എഴുന്നേറ്റിങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്താണ്? ജിം ഹാഡ് നോട്ട് യെറ്റ് സീൻ ഹിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അത് ശരി, എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു, ശരി, സന്തോഷം. പക്ഷേ നിങ്ങളുടെ മനോഹരമായ ഗിഫ്റ്റ്, ജിമ്മിന്റെ ഗിഫ്റ്റ് കണ്ടില്ലല്ലോ. ഷീ ഹെൽഡ് ഇറ്റ് ഔട്ട് ടു ഹിം ഇൻ ഹെർ ഓപ്പൺ ഹാൻഡ്. അവൾ കവർ ചെയ്തിട്ടൊന്നുമില്ല, പേപ്പർ ഒന്നുമില്ല. അവൾ അത് കയ്യിൽ തുറന്ന് ഇട്ട് അവന് നേരെ നീട്ടി. ദ ഗോൾഡ് സീംഡ് ടു ഷൈൻ സോഫ്റ്റ്ലി ആസ് ഇഫ് വിത്ത് ഹെർ ഓൺ വാം ആൻഡ് ലവിംഗ് സ്പിരിറ്റ് ഗോൾഡ് കളറിലാണല്ലേ ചെയിനുള്ളത്. നമ്മുടെ സ്വർണം ഇങ്ങനെ മൃദുവായിട്ട് തിളങ്ങുന്നതായി തോന്നി. അവളുടെ സ്വന്തം ഊഷ്മളവും സ്നേഹനിർഭരവുമായ അവളുടെ ആ ഒരു രീതി പോലെ തന്നെ ആ സ്വർണവും ഇങ്ങനെ മൃദുവായിട്ട് തിളങ്ങുകയാണ്. ഇസന്റ് ഇറ്റ് പെർഫെക്റ്റ് ജിം? ഇത് യോജിച്ചതല്ലേ, അടിപൊളിയല്ലേ എന്റെ ഗിഫ്റ്റ് എന്ന് ചോദിച്ചു. ഐ ഹണ്ടഡ് ഓൾ ഓവർ ടൗൺ ടു ഫൈൻഡ് ഇറ്റ്. ഇതൊന്ന് കണ്ടെത്താനായിട്ട് ഞാൻ ഈ പട്ടണം മുഴുവൻ തിരഞ്ഞു നടന്നു. യുൽ ഹാവ് ടു ലുക്ക് അറ്റ് യുവർ വാച്ച് 100 times a day. നിങ്ങളിനി ഒരു ദിവസം 100 തവണയെങ്കിലും നിങ്ങളുടെ വാച്ച് നോക്കേണ്ടി വരും കേട്ടോ. ഗിവ് മീ യുവർ വാച്ച്. നിങ്ങളുടെ വാച്ച് എനിക്ക് തരൂ. ഐ വോണ്ട് ടു സീ ഹൗ ദേ ലുക്ക് ടുഗെദർ. അവ ഒരുമിച്ച് എങ്ങനെയിരിക്കുമെന്ന് എനിക്ക് കാണണം. കാരണം വാച്ചിന് പറ്റിയ ചെയിനാണ്. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ചിട്ട് നോക്കിയിട്ടില്ലല്ലോ. വാച്ചങ്ങെടുത്തേ. ജിം സാറ്റ് ഡൗൺ ആൻഡ് സ്മൈൽഡ്. ജിം ഇരുന്നു, എന്നിട്ട് പുഞ്ചിരിച്ചു. Della, said he, let's put our Christmas gifts away and keep them a while. അവൻ പറഞ്ഞു, ഡെല്ല, നമുക്ക് നമ്മുടെ ക്രിസ്മസ് സമ്മാനങ്ങൾ കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റിവെക്കാം. They are too nice to use now. അവ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത അത്ര മനോഹരമാണ് നമ്മുടെ ഈ 2 ഗിഫ്റ്റും. I sold the watch to get the money to buy the combs. ചീർപ്പുകൾ വാങ്ങാൻ വേണ്ടി ഞാൻ എന്റെ വാച്ച് വിറ്റു. And now I think we should have our dinner. ഇപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഡെല്ല സ്വന്തം മുടി മുറിച്ചുവിട്ട് ജിമ്മിനുള്ള വാച്ചിന്റെ ചെയിൻ വാങ്ങി. അതേസമയം ജിം എന്താ ചെയ്തേ? ജിം ആ വാച്ച് വിറ്റ് ഡെല്ലയുടെ മുടിക്കുള്ള ചീപ്പ് വാങ്ങി. രണ്ടുപേരും മറ്റാളെ സന്തോഷിപ്പിക്കാനായിട്ട് അവർക്കുള്ള ഏറ്റവും വലുതായി കാണുന്നത് രണ്ടും വിറ്റു. ഹിയർ ഐ ഹാവ് ടോൾഡ് യു ദ സ്റ്റോറി ഓഫ് 2 children who were not wise. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിവേകമില്ലാത്ത 2 കുട്ടികളുടെ കഥയാണ്. ഓ ഹെൻറി പറയുക, 2 വിവേകമില്ലാത്ത കുട്ടികളുടെ കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Each sold the most valuable thing they owned to buy a gift for the other. ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള ഏറ്റവും വിലയേറിയ വസ്തു മറ്റേയാൾക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടി വിറ്റു. But let me speak a last word to the wise of these days. എന്നാൽ ഈ കാലത്തെ വിവേകമുള്ള ആളുകളോട് ഞാനൊരു വാക്ക് പറയട്ടെ. Of all who give gifts, these 2 were the wisest. ഇവർ രണ്ടുമാണ് സത്യത്തിൽ ഏറ്റവും വിവേകികൾ എന്നാണ് എനിക്ക് സത്യത്തിൽ പറയാനുള്ളത്. Of all who give and receive gifts, such as they are the wisest. സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന എല്ലാവരിലും വെച്ച് ഇവരെപ്പോലെയുള്ളവരാണ് സത്യത്തിൽ ഏറ്റവും വിവേകികൾ. Everywhere they are the wise ones. എല്ലായിടത്തും അവരാണ് വിവേകമുള്ളവർ. അപ്പോൾ യഥാർത്ഥ സ്നേഹം അളക്കുന്നത് ഇങ്ങനെ ഭൗതികമായ വിലയിലല്ല,
മറിച്ച് നൽകാനുള്ള മനസ്സും ത്യാഗവുമാണെന്ന് കഥ കാണിച്ചു തരുന്നു. ജിമ്മും ഡെല്ലയും തങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ വിറ്റത് പരസ്പരം സന്തോഷിപ്പിക്കുന്നാണല്ലേ? അതവരെ ലോകത്തിലെ ഏറ്റവും വലിയ വിവേകികളാക്കുന്നു. കൈമാറുന്ന വസ്തുക്കളേക്കാൾ ഹൃദയത്തിലെ സ്നേഹത്തിനാണ് വിലയെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്